നമ്മുടെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ശശികലയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണാനിടയായി. അതങ്ങേയറ്റം മനസ്സിന് വേദന തരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയതുകൊണ്ട് മാത്രമാണ് അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശശികല പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭീകരവാദ ബന്ധമുണ്ട്, അവർ ഭീകരവാദികളാണ്, മാവോയിസ്റ്റുകളാണ്, അവർക്ക് മനുഷ്യക്കടത്തുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം, NIA വരണം, അല്ലാണ്ട് ലോക്കൽ പോലീസ് ഒന്ന് അന്വേഷിച്ചാൽ പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വികലമായിട്ട് ആ കന്യാസ്ത്രീകളെ എന്താ പറയുക ചിത്രീകരിക്കാൻ ഇവൾ ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ്. നോർത്തേൺ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു വ്യക്തികൾക്ക് മാത്രമേ ഈ സിസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തിൽ കഴിയേണ്ട ഒരവസ്ഥ വരുന്നുള്ളൂ. അത് ഭൂരിഭാഗവും ഹിന്ദു കുടുംബങ്ങൾ തന്നെയാണ് എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് പ്രകടനങ്ങൾ നടത്താനും അല്ലെങ്കിൽ എന്താ പറയുക ആഘോഷങ്ങൾ നടത്താനും പിരിക്കാനും തമ്മിത്തല്ലി കൈതല്ലിയൊടിക്കാനും ഒക്കെ നടക്കുന്ന ബജറംഗദളോ അല്ലെങ്കിൽ ശശികലയുടെ സംഘടനകളോ ഒന്നും അവിടെ സാധാരണക്കാർക്ക് വേണ്ടിയോ രോഗികൾക്ക് വേണ്ടിയോ അഗതികൾക്ക് വേണ്ടിയോ ബുദ്ധിമാന്ദ്യമുള്ളവർക്ക് വേണ്ടിയോ ഒന്നും പ്രവർത്തിക്കുന്ന ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. ഒരു നേരത്തെ ആഹാരം ഒരുത്തൻ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഭൂരിഭാഗവും ചെയ്യാറുള്ളത് മതത്തിൻ്റെയോ അല്ലെങ്കിൽ കളറിൻ്റെയോ പേരിൽ മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനും മാറ്റി നിർത്താനും ശ്രമിക്കുന്നിടത്ത് കേട്ടറിഞ്ഞ് വലിഞ്ഞു കയറിച്ചെന്ന് ശുശ്രൂഷ ചെയ്യേണ്ട ഒരു ഗതികേടിൽ ഈ സിസ്റ്റർമാർക്ക് വന്നെന്ന് അവരെയാണ് ഇവൾ ഈ പറയുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കിനുള്ളൊരു അങ്ങേയറ്റം വിഷമമുണ്ട്. ഈ പറയപ്പെടുന്ന അഗതി മന്ദിരങ്ങളിലൊന്നും ഒരു ഹിന്ദു സംഘടനകളും കാര്യമായ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക സംഭാവനകളോ ഒന്നും ചെയ്യുന്നില്ല. ഏതെങ്കിലും നല്ല മനസ്സുള്ള മനുഷ്യർ അവരുടെ ബർത്ത്ഡേയോ അപ്പൻ്റെ അമ്മയുടെയും ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ കൊടുക്കുന്നതും ഇതേ കന്യാസ്ത്രീമാർ കണ്ട സ്കൂളുകളിലും ആശുപത്രികളിലും നേഴ്സായിട്ടും ടീച്ചറായിട്ടും വർക്ക് ചെയ്യുന്നതിൻ്റെ 3/4 പങ്കും അവർ ഈ മഠങ്ങൾക്കും ഇതേപോലുള്ള ആതുര സേവന മേഖലകൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്താണ് പല സ്ഥാപനങ്ങളും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ സഭയും അതുപോലെ തന്നെ സഭയുടെ മറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള വരുമാനം അങ്ങനെ അതിൻ്റെയൊക്കെ എല്ലാം പങ്ക് പറ്റിയിട്ടാണ് ഈ സ്ഥാപനങ്ങളൊക്കെ മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള കോമണായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഇമാതിരി സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം മാത്രമേ ഇവർക്ക് കിട്ടുന്നുള്ളൂ. അല്ലാതെ ഹിന്ദുക്കളുടെ കയ്യിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ച് സിസ്റ്റർമാർ കൊണ്ട് തിന്നുന്നു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം കൊടുക്കുന്നു എന്നുള്ള ഒരു ചിത്രീകരിക്കാനാണ് ഇവളെ മറ്റേ എന്താ പറയുക ജ്യോതി ശർമ്മയെ പോലെയുള്ളവന്മാരൊക്കെ ശ്രമിക്കുന്നത്. അത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിൻ്റെ വീക്ഷണത്തിൽ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റത്തില്ലാത്ത അത്ര അധപ്പതിച്ച ഒരു സ്ഥലങ്ങളാണ് നമ്മുടെ ആന്ധ്രയ്ക്കും തെലുങ്കാനയ്ക്കും അപ്പുറത്തുള്ള പല സ്ഥലങ്ങളും. നമുക്ക് ഒരു കാരണവശാൽ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ലാത്ത, അതായത് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ആ നാടുകളിൽ പൊതുവേ പോകുമ്പോഴല്ല ഗാവുകളിൽ അതിൻ്റെ അകത്ത് ഗ്രാമങ്ങളുടെ അകത്ത് നമുക്ക് കാണാൻ കഴിയും പല കുടുംബങ്ങളുടെയും വളരെ എന്താ പറയുക ശോചനീയ അവസ്ഥ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലാത്തതിലും അപ്പുറമാണ്. അതൊന്നും ഈ ശശികലയൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. ശശികലയ്ക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ ശശികല ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ എന്താ പറയുക തീട്ടവും മൂത്രവും കോരി അവരെ ശുശ്രൂഷിച്ച് മുറിവ് വെച്ച് കെട്ടി അവർക്ക് ഉടുക്കാനും ഉണ്ണാനും ഉള്ളത് ഉണ്ടാക്കി കൊടുത്ത് അവരെ സംരക്ഷിച്ചിട്ട് വേണം ശശികല ഇമാതിരി തെമ്മാടിത്തരം പൊതുമധ്യത്തിൽ വന്ന് പറയാനെന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അപ്പൻ്റെയോ അമ്മയുടെയെങ്കിലും തീട്ടവും മൂത്രവും ബെഡിൽ കിടക്കുന്ന അവസ്ഥയിലുള്ള ഒരാളുടെ തീട്ടവും മൂത്രമെങ്കിലും 10 ദിവസമെങ്കിലും കോരി അതിൻ്റെ വിഷമോ വിങ്ങലോ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് നേർക്ക് കൈ ചൂണ്ടാൻ എന്നുള്ള ഒരു കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊന്നും കൂടാതെ സെൻകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇതെല്ലാം കൂടുതലും മുസ്ലിം കുടുംബങ്ങളിലാണ് ഹിന്ദു കുടുംബങ്ങളിലാണ് ഇതെല്ലാം ഏറ്റവും കൂടുതലും സേവനങ്ങൾ കിട്ടുന്നത്, മുസ്ലിം കുടുംബങ്ങളിലൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതിനുള്ളൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം സമുദായവും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമുദായവും ഇതുപോലുള്ള സന്നദ്ധ സംഘടനകൾ അവർക്കുണ്ട്. അവരെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനും ഇതാത് സംഘടനകൾ ചെയ്യും. അതേസമയം ഈ ഹിന്ദു സംഘടനകളോ അല്ലെങ്കിൽ ഹിന്ദു പ്രവർത്തനങ്ങൾ അല്ലാണ്ട് കുറേ സംഘടനകൾ ഉണ്ട് എങ്കിലും ഇമാതിരി ദേഹമാണെങ്കിൽ പണിയെടുക്കേണ്ടതോ അല്ലെങ്കിൽ ദേഹം മുഷിഞ്ഞ് പണിയെടുക്കേണ്ടതോ അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാതെ ചെയ്യേണ്ടതോ ആയ ജോലികൾ ചെയ്യാൻ ഇവരാരും മുന്നോട്ട് വരുന്നില്ല. ഉന്നമനവും മറ്റും മറിച്ചതൊക്കെ വാക്കുകളിലും അമ്പലങ്ങളിലും
പ്രസംഗവേദികളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് മറ്റുള്ള സംഘടനകൾക്ക് ഇങ്ങോട്ടേക്ക് ഇവർ വലിഞ്ഞു കയറി ചെല്ലുന്നതാവാം, അവരെ വിളിച്ചു വരുത്തുന്നതാവാം. മനസ്സിലായോ? ഇപ്പം ഇവരുടെ ബജ്റംഗ് ദൾ പ്രവർത്തകരുടെ പ്രവർത്തനം കൊണ്ട് ഹിന്ദു കുടുംബത്തിലെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കുടുംബത്തിലെയോ ഒരു സാധാരണക്കാരന് കിട്ടേണ്ട ഒരു ജോലി അവർ ജോലി കൊടുത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റായിപ്പോയത്. അവരെ നേഴ്സാക്കി അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ കുടുംബത്തിന് ഒരു 10 രൂപയുടെ വരുമാനം കൂടെ ഉണ്ടാക്കേണ്ടത് ഇവരുടെ മഹനീയ പ്രവർത്തനം കൊണ്ട് ഇല്ലാണ്ടായി. അല്ലാണ്ട് വേറൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷകലയോട് കൂടി ചേർന്ന് ആരും നമ്മുടെ കന്യാസ്ത്രീകളെ, നമ്മുടെ മലയാളികളുടെ ഒരു കോമൺ സ്വഭാവം മറന്ന് ആരും ചിന്തിക്കരുത്. കാര്യം ഇവളുടെ ഒരു സംഘടനകളും ഇന്നേവരെ അവിടെ ഒരു നല്ല സേവനം ചെയ്യുന്ന ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. അത്രേ ഞാനിപ്പോൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നുള്ളൂ. പ്രത്യേകിച്ച് പിന്നെ ഇമാതിരി വിഷങ്ങളെയൊക്കെ കഴിവതും അകറ്റി നിർത്താൻ ശ്രമിക്കുക. ശശികലയ്ക്ക് മദർ തെരേസയുടെ തൊട്ടപ്പുറത്ത് നിന്നിട്ട് കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച പരിചയത്തിൽ ഉള്ള പോലെയാണ് ശശികല മദർ തെരേസയൊക്കെ കുറ്റം പറയാൻ നേരത്തെ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ ചെയ്തിട്ടുള്ളവൾ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിപ്പം അതൊന്നുമില്ലാത്ത ഒരുത്തിയുടെ എന്താ പറയുക, കണ്ണിക്കടി എന്ന് മാത്രമേ ഇതിനെയൊക്കെ പറയാനുള്ളൂ. എല്ലാവരും നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ എന്താ പറയുക മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. പറ്റുമെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.